നാഗർകോവിലിൽ സംഭവിച്ചതാണ്. നാഗർകോവിലിൽ പോയി അയാൾ കേസിന്റെ പക്കത്തെത്തിയപ്പോൾ പിന്നെ അയാൾ ജീവൻ മരണ പോരാട്ടത്തിൽ എന്തും ചെയ്യാം. പോലീസിനെ താഴ്ത്തിക്കെട്ടാൻ ഭാഗത്തിനുള്ള ഒരു ശ്രമങ്ങളാണ് നടന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നേരിടുകയുണ്ടായത്. ഒരു ലേസിനെസ് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് ആ കുട്ടിയുടെ കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. ഞങ്ങളൊരു സീൻ എഴുതി അല്ലെങ്കിൽ ഇങ്ങനെ ഡയലോഗ് പറയുമ്പോൾ ഒരു തവണ അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മൾ സ്ഥിരം കാണുന്നതല്ല, നമുക്കിതൊന്ന് മാറ്റി പിടിക്കുന്ന ഒരു രീതിയിൽ വർക്ക് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ആ വർക്ക് ചെയ്ത് കൊടുത്തു. അച്ഛൻ ആക്ച്വലി വീട്ടിൽ ഭയങ്കര സരസനായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. കാരണം ഞാനത് ശരിക്കും മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് ഇത് അവതരിപ്പിക്കുന്നത് തമാശ രൂപേണയാണ്. വെൽക്കം വിഷ്ണു സ്വാഗതം. താങ്ക് യു. ഓരോ സംവിധായകർക്കും ഓരോ പാറ്റേൺ ഉണ്ട്. അപ്പം എൻ്റെ വിഷ്ണു ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ എൻ്റെ സിനിമ ഇതാണ്, എനിക്ക് എടുത്തു വരട്ടുക എന്നൊരു സാധനമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ട ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു സിനിമയാണ്. ഈ ഒരു ഡിസിഷൻ എപ്പോഴാണ് വന്നത്? തിരക്കഥ കേട്ടതിന് ശേഷമാണോ അതെയോ വിഷ്ണു ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഒരു സ്ലോ പേസിൽ പോകുന്ന സിനിമകളാണ്? അത് സത്യത്തിൽ അതിൻ്റെ പിന്നിൽ വലിയ ആലോചനകളില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് സിനിമ സംവിധാനം ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഞാനിങ്ങനെ ആക്ട് ചെയ്യാൻ 19ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ആക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ തേടി നടക്കുമായിരുന്നു. ആൻഡോ ജോസഫിൻ്റെ അടുത്ത്, ആൻഡോ ചാൻ്റെ അടുത്തും അത് തന്നെയാണ് ഞാൻ ചോദിച്ചിരുന്നത്. പക്ഷേ പുള്ളി എൻ്റെ മുന്നിലേക്ക് നീട്ടി വെച്ചത് സംവിധാനം ചെയ്യാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഞാൻ 19ാം നൂറ്റാണ്ടിൽ ത്രൂ ഔട്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞ് പുള്ളിയുടെ തന്നെ മാളികപ്പുറം, പുള്ളിയും വേണുകുന്നപ്പള്ളിയും കൂടെ ചെയ്ത് മാളികപ്പുറത്തിൻ്റെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള കുറച്ച് കഥകളുണ്ട് പുള്ളിയുടെ ഇരുന്ന് കേട്ടു നോക്കും. വിഷ്ണുവിനെ സംവിധാനം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം പുള്ളിക്കറിയാം, എൻ്റെ ലക്ഷ്യം അതാണെന്നറിയാം. അങ്ങനെ കേട്ട കഥകളിൽ നിന്ന് ഞാൻ ഒരെണ്ണം പിക്ക് ചെയ്യാണ് ചെയ്തത്. അല്ലാതെ എൻ്റെ ആദ്യത്തെ സിനിമ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇതായിരിക്കണം അതിൻ്റെ താളം, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എനിക്ക് കേട്ട കഥകളിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടും കോണ്ടന്റ് വൈസ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഞാൻ തിരഞ്ഞെടുത്തു. ആ സ്ക്രിപ്റ്റിൻ്റെ കഥയിൽ അഭിലാഷ് പറഞ്ഞ കഥയ്ക്ക് എനിക്ക് തോന്നിയ ഒരു ട്രീറ്റ്മെൻറ്റ്, അഭിലാഷിൻ്റെ കഥ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റ് ഇതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ആൻസർ. ഇപ്പോൾ വിഷ്ണു ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുമ്പോൾ വിനയൻ സാറിൻ്റെ ഒരു ഇൻപുട്ട് എന്തായിരുന്നു? ഇപ്പം ഈ കഥ കേട്ടതിന് ശേഷം സ്ക്രിപ്റ്റൊക്കെ സാറിനെ കാണിച്ചതിന് ശേഷം മാത്രമാണോ തുടങ്ങിയത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു? അച്ഛനെ സ്ക്രിപ്റ്റായിട്ട് വായിച്ച് കേൾപ്പിച്ചില്ല, പക്ഷേ ഒരു ഫുൾ നരേഷൻ ഉണ്ടായിരുന്നു. ഞാനും അഭിലാഷും കൂടി ഇരുന്നിട്ട് ഫുള്ള് നരേറ്റ് ചെയ്തു. അപ്പം സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഇതിനകത്ത് കുറച്ച് ഇൻപുട്സ്, ചില സജഷൻസ് ഒക്കെ തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുള്ള് വർക്ക് ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഇൻട്രാക്ട് ചെയ്തിരുന്നില്ല. കാരണം ഭയങ്കര കയോട്ടിക് ആയിട്ടുള്ളൊരു 45 ദിവസമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കട്ട് കഴിഞ്ഞൊരു റെഫറൻസ് മ്യൂസിക് ഒക്കെ ഇട്ട് അച്ഛനെ കാണിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് റിലീസിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ ഓരോ സമയത്തും അച്ഛൻ്റെ അഭിപ്രായം മാറി വന്നിരുന്നു. ആദ്യം ഫസ്റ്റ് കട്ട് കാണിക്കുമ്പോൾ കുറച്ച് സജഷൻസ് പറഞ്ഞിരുന്നു, അത് ഇതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കാണിച്ചപ്പോൾ കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ അച്ഛനും അമ്മയും കൂടെ പോയാണ് കാണുന്നത്. അപ്പം ക്രൗഡ് ഫുള്ളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മകൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം അച്ഛൻ്റെ പാത പിന്തുടർന്നു വരുന്നു. ഈ ഒരുപക്ഷെ വിനയൻ സാർ നമുക്ക് പുറത്ത് കാണുമ്പോൾ ഒരു വളരെ റഫായിട്ടുള്ള ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ള എന്തും തുറന്ന് ആരെ മുമ്പിൽ നിന്നുള്ളതല്ല, ഇപ്പം ആര് നിന്നാലും സാറിന് പറയാനുള്ള അദ്ദേഹം പറയും ചങ്കൂറ്റമുള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം അച്ഛൻ്റെ പാത പിന്തുടർന്ന് മകൻ അഭിനയത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ മകൻ പിന്നീട് സംവിധാനത്തിലേക്ക് വരുന്നു. ഇപ്പം ഈ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം അതിലൊക്കെ കാണുന്ന ഒരു വിനയൻ സാറ് നമുക്കറിയില്ല ഒരു പക്ഷേ. അദ്ദേഹത്തിന്റെ ഒരു ഇമോഷണൽ സൈഡ് എങ്ങനെയാണ്? മകൻ സംവിധാനം ചെയ്യുന്നു, അത് പോയി തിയേറ്ററിൽ നിന്ന് കാണുന്നു, ആ സൈഡ് പക്ഷേ വിഷ്ണുവിന്റെ അടുത്ത് തുറന്നു സംസാരിച്ചിട്ടുണ്ടോ, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അതെങ്ങനെയാണ് ശരിക്കും? കാരണം അങ്ങനെ ഒരു സൈഡ് നമ്മൾ വിനയൻ സാറിനെ കണ്ടിട്ടില്ല. അതെ, അച്ഛൻ ആക്ച്വലി വീട്ടിൽ ഭയങ്കര സരസനായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. കാരണം ഞാനത് ശരിക്കും മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വീട്ടിൽ വന്നിട്ട് ഇത് അവതരിപ്പിക്കുന്നത് തമാശ രൂപേണയാണ്. കാരണം വീട്ടിലിരിക്കുന്ന ഞാൻ ആ സമയത്ത് US-ലാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. ഇവിടെ ആയിരുന്നെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ വേറൊരു ബന്ധമാണല്ലോ, അവർക്കൊന്നും ഇത് അറിയില്ല. അപ്പം ഞാൻ കൂടുതൽ ടെൻഷൻ അടിച്ചിരുന്നു. പക്ഷേ അച്ഛനെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ അച്ഛൻ അവതരിപ്പിക്കുമ്പോഴോ അച്ഛൻ ഇത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഇതാണ് ശരി എന്നുള്ള രീതിയിൽ അച്ഛൻ ഇങ്ങനെ ചെയ്താലേ കാര്യമുള്ളൂ. പക്ഷെ അത് ചിരിച്ചുകൊണ്ടും പോസിറ്റീവായിട്ടോ പറയുന്നത്, അല്ലാതെ ഒരു നിവൃത്തിയില്ല എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ തിരിച്ചു വന്നു കഴിയുമ്പോഴും ഞാൻ അച്ഛനോട് വർക്ക് ചെയ്യുമ്പോൾ അച്ഛൻ ഭയങ്കര ഊർജ്ജസ്വലനായിട്ടാണ് ഈ കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് ആ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴാണല്ലോ നമ്മളും ഡൗൺ ആവുന്നത്. ഞാൻ അങ്ങനെ ഒരു അച്ഛനെ കണ്ടിട്ടില്ല, ഇപ്പോഴും ഞാൻ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ വീട്ടിൽ ഈ പറയുന്ന കണക്ക് സെറ്റിലും പുറത്ത് അച്ഛൻ്റെ നിലപാടുകളുടെ പേരിൽ അച്ഛൻ ആൾക്കാരുടെ അടുത്ത് കർക്കശമായിട്ട് സംസാരിക്കുമെങ്കിലും സെറ്റിൽ അച്ഛൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്. സെറ്റിൽ ഒരുപാട് പുതുമുഖങ്ങളെ അച്ഛൻ കൊണ്ടുവന്നിട്ട് ആളാണല്ലോ. അപ്പോൾ ഈ പുതുമുഖങ്ങളുടെ അടുത്ത് എങ്ങനെ ഇടപെടണം എന്ന് അച്ഛനറിയാം. കാരണം അവരെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല.
അവരെ ഇമോഷണലി നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഡിസ്റ്റർബ് ചെയ്താൽ അവരുടെ ഔട്ട്പുട്ട് പുതുമുഖങ്ങളല്ലേ നായകനാണ്, പക്ഷെ പുതുമുഖങ്ങൾ പ്രത്യേകിച്ചും. അതുകൊണ്ട് സെറ്റിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അച്ഛൻ്റെ ഡയറക്ഷൻ ടീമിലുള്ള ആൾക്കാരെ അച്ഛൻ ഏതെങ്കിലും രീതിയിൽ ചീത്ത പറയേണ്ട അവസ്ഥ വന്നാലും അച്ഛൻ അതിനൊരു കൺട്രോൾഡ് അഗ്രഷനാണ് ഉള്ള മനുഷ്യനാണ്. പക്ഷെ പുറത്ത് അച്ഛൻ്റെ നിലപാടുകളിൽ പറയുന്ന സമയത്ത് അച്ഛൻ യാതൊരു വിധത്തിലുള്ള കാച്ചിക്കുറുക്കി സംസാരിക്കുന്ന ആളല്ല അച്ഛൻ കറക്റ്റായിട്ട് പറയുന്നത്. പക്ഷെ ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ള പേഴ്സണലായിട്ട് എനിക്ക് അടുപ്പമുള്ള അച്ഛൻ. അതെ, ഇതിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന സീനുകളിൽ പല പല പോലീസ് സ്റ്റേഷനുകളിൽ ആ ഒരു അതോറിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷൻ കൊടുക്കാൻ വേണ്ടി 2-3 പോലീസ് സ്റ്റേഷനിൽ കയറി അലയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിനുശേഷം പ്രസ് മീറ്റുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പോലീസിനെ താഴ്ത്തിക്കെട്ടാൻ ഭാഗത്തിനുള്ള ഒരു ശ്രമങ്ങളാണ് നടന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നേരിടുകയുണ്ടായി. ശരിക്കും പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോലീസിനെ എന്താണ് ഒരു നെഗറ്റീവായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നമ്മൾ ഇടയ്ക്ക് സിനിമയെ കാണാം, ഇപ്പോൾ ഒരു പുഴയിൽ ബോഡി അടിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഏരിയയാണ് തട്ടിവിടുക അപ്പുറത്തെ ആൾക്കാരത്തേക്ക് പോകുന്നത്. എനിക്ക് അതിനെതിരെ ഇപ്പൊ ഒരു വിധി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടെയാണെന്നുണ്ടെങ്കിലും അവർ തന്നെ ഹാൻഡിൽ ചെയ്യണം ഒരു വിധിയൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സീൻ എഴുതുമ്പോൾ പർപ്പസ്ഫുള്ളി പോലീസിന്റെ ഇതൊരു കാണിക്കാൻ വേണ്ടിയിട്ടാണോ അത് സിസ്റ്റത്തിന്റെ പോരായ്മ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വച്ച ഒരു സീനായിരുന്നു ശരിക്കും പറഞ്ഞാൽ? ഈ സിനിമയിൽ ഞങ്ങൾ സിസ്റ്റത്തിനെതിരെയുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പോലീസിനെതിരെയുള്ളത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ ഈ പറഞ്ഞ കണക്കൊരു റിയൽ കേസിനെ ആസ്പദമാക്കി ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് മെറ്റീരിയലുകൾ വായിച്ചു. ആ മെറ്റീരിയലുകളിൽ എല്ലാം ഒരു അച്ഛനും അമ്മയും 3 സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങിയിട്ട് 3ാമത്തെ സ്റ്റേഷനിൽ ഞങ്ങളുടെ സിനിമയിൽ കുറച്ചുകൂടി പോലീസിനോട് കമ്പാഷനേറ്റ് ആയിട്ടാണ് ഞങ്ങളുടെ സിനിമയെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അവർ പറയുന്ന 3ാമത്തെ സ്റ്റേഷനിൽ പോലും അത് പരിഗണിച്ചിരുന്നില്ല. പിന്നെ അവർ പോയിട്ട് CCTV ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് 3ാമത്തെ സ്റ്റേഷൻ പരിഗണിച്ചതെന്നാണ്. ഞങ്ങളുടെ സിനിമയിൽ അങ്ങനെയല്ല. 3ാമത്തെ സ്റ്റേഷനിൽ ഒരു പരിഗണന എന്നുള്ള രീതിയിൽ അവരെ അറ്റ്ലീസ്റ്റ് സോഫ്റ്റ് ആയിട്ടെങ്കിലും അവരുടെ അടുത്ത് പെരുമാറുന്നുണ്ട്. അപ്പോൾ ആ മെറ്റീരിയലുകളും യൂട്യൂബ് ക്ലിപ്പിംഗ്സും ഒക്കെ വെച്ചിട്ടാണ് ഈ സീനുകൾ പലതും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു വേദന അവർക്ക് ആദ്യം അവർക്ക് ഈ പറയുന്ന പോലീസുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ലഭിച്ച ഒരു നെഗ്ലക്റ്റ് അത് കാണിക്കുക എന്നുള്ളൊരു ആ കഥയ്ക്ക് അത് നിർബന്ധമായിട്ടും അത് കാണിക്കണമായിരുന്നു. ഒരു ലേസിനെസ് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് ആ കുട്ടിയുടെ കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അല്ലാതെ ഇതൊരു പർപ്പസ്ഫുള്ളി നമുക്ക് സിസ്റ്റത്തിനെ വിമർശിക്കുന്ന ഒരു സിനിമയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റ് ആയിരിക്കില്ല എടുക്കുക. ഈ സബ്ജക്റ്റിൽ ഈ കുട്ടിയുടെ മിസ്സിങ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത്തരത്തിൽ കേസുകൾ ഉള്ളപ്പോൾ നമ്മൾ ഇനിയും അതിനെ ഒരു കേസ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് വരാൻ നേരത്ത് നെഗ്ലക്റ്റ് ചെയ്യുന്ന പോലീസുകാരുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെയുള്ളൂ നമ്മളെല്ലാവരുടെയും പക്ഷം. അപ്പോൾ അത് കാണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കഥയുടെ ഒരു ഇത് വെച്ചുകൊണ്ട്. ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ നായകന് ചില ഏരിയാസിൽ വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് മാസമായി ട്രീറ്റ് ചെയ്യാം. പക്ഷെ ഈ സിനിമ വരുന്ന ഇതിൽ എനിക്ക് തോന്നുന്നു അസീസ് നെടുമങ്ങാട് ഇപ്പൊ സിനിമ ഇറങ്ങി ഇത്രയും ദിവസം ആയതുകൊണ്ട് ടിസ്റ്റൊന്നും അല്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിനെ റിവ്യൂവിലൊക്കെ പലരും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ചേസ് ചെയ്യുന്ന ഒരു സീക്വൻസിൽ മാത്രമാണ് ഈ ഹീറോയ്ക്ക് ഒരു 2-3 ഷോട്ടിൽ നമുക്കൊരു വാവ് എന്ന് പറഞ്ഞൊരു മാസ് ഫീല് കിട്ടിയത്. ബാക്കി ഒരിടത്തും അദ്ദേഹത്തിന് ഒരു മാസ് നായകനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ കാര്യമായിട്ട് സ്ലോ മോഷൻ പോലും കൊടുത്തിട്ടില്ല. വളരെ സാധാരണക്കാരനായിട്ടുള്ള എല്ലാ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ള ഒരു കുറച്ചൊരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു നായകൻ. അദ്ദേഹത്തിന് 2-3 ഷോട്ട് ആ ഓട്ടത്തിൽ മാത്രം, ഒന്ന് ഗേറ്റ് ചവിട്ടുന്ന ഒരു സംഭവം, പിന്നെ ഒരു ഫോളോ ചെയ്ത് വരുന്ന ഓട്ടം, ഈ 2-3 ഷോട്ട് മാത്രമാണ് ഒരു മാസ് ഫീല് കൊടുത്തത്. അത് പർപ്പസ്ഫുള്ളി ഒരു തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും വേണ്ട, ഇത് മതി, ഇതാണ് ക്യാരക്ടർ, അങ്ങനെ തന്നെയായിരുന്നു. ഇതാണ് ക്യാരക്ടർ എന്ന് തീരുമാനിച്ച് പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂംസിൽ പോലും അങ്ങനെ ചെയ്തിരുന്നു. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത്, സിനിമയെ നല്ലപോലെ വിശകലനം ചെയ്യുന്ന ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞത്, അയാളുടെ കൂടെ ബാക്കിയുള്ളവർ നിൽക്കുമ്പോൾ ഇയാളെ നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ലടാ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അയാളുടെ കോസ്റ്റ്യൂംസ് അങ്ങനെ ചെയ്തത്. അയാളുടെ കൂട്ടുകാരെ കുറച്ചുകൂടെ ബ്രൈറ്റർ കളേഴ്സ് ഇട്ടിരിക്കും, പക്ഷേ ഇയാൾ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ആളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് ഇയാൾ വളരെ ടിമിഡായിട്ട് കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ കെൽപ്പുള്ള ഒരാളായിട്ട് തോന്നാൻ പാടില്ല. അത് നമ്മൾ സാധാരണക്കാരൻ്റെ അന്വേഷണം എന്നാണ് പറയുന്നത്. സാധാരണക്കാരൻ ഞങ്ങൾ ഉദ്ദേശിച്ചത് പോലീസ് അല്ലാത്ത ആൾ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സിസ്റ്റത്തിൽ നിന്ന് ചെയ്യാൻ അധികാരമില്ലാത്ത ആൾ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിനൊരു സാധാരണത്വം വേണമായിരുന്നു. പിന്നെ ഇയാൾ ആക്ച്വലി പോലീസ് ആകണം, ഇയാൾക്കൊരു സിവിൽ പോലീസ് ഓഫീസറിന് അപ്പുറത്തേക്ക് SI ആവണം. അപ്പോൾ അതിന് ടെസ്റ്റ് എഴുതണം. അതൊക്കെ എഴുതിയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പം ഇയാൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇയാളൊരു ഇൻട്രോവേർട്ടാണ്, ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആളാണെങ്കിൽ ഇയാൾ ഫിസിക്കലി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇയാളല്ലാതെ പഠിക്കുന്നുണ്ട്, ഇയാൾ കേസൊക്കെ വിശകലനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇയാളുടെ ഉള്ളിൽ ഈ പറയുന്ന കണക്ക് ഫയറും ഇതൊക്കെ തെളിയിക്കണം എന്നുണ്ട്. അയാളെ ചിലപ്പോൾ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താലായിരിക്കും അയാളത് ചെയ്യാം. നാഗർകോവിലിൽ സംഭവിച്ചതാണ്. നാഗർകോവിലിൽ പോയി അയാൾ കേസിൻ്റെ പക്കത്തെത്തിയപ്പോൾ പിന്നെ അയാൾ ജീവൻ മരണ പോരാട്ടത്തിൽ എന്തും ചെയ്യാം. പക്ഷെ അല്ലാത്ത പക്ഷം
അയാൾ ഇത് കേസ് അന്വേഷിച്ച് ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് പോകുമ്പോഴും അയാളൊന്ന് മാറി നിന്നിട്ട് ആണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്താണ്. ആ ഡീറ്റെയിലിംഗ് അർജുൻ കൊടുക്കുകയും ചെയ്തു. പല സീനുകളിലും ഡീറ്റെയിലിംഗ് നമ്മൾ വിചാരിക്കാത്തപ്പുറത്തേക്ക് അയാൾ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കും അങ്ങനെ തന്നെ കിട്ടിയ ചില ഏരിയാസിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പർട്ടിക്കുലർ സീനിൽ ഇൻ്റർവൽ പഞ്ച് ഒരു ചെറിയൊരു മാസിലാണ് നിർത്തിയിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഒരു മീറ്റർ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ അർജുന രണ്ടും ചെയ്ത് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതാണ് കറക്റ്റ്. അപ്പോൾ എനിക്കിതാണ് കറക്റ്റെന്ന് തോന്നി. അപ്പോൾ അയാൾ അത്ര ഇൻവോൾവ് ആയിരുന്നു അതിൽ. അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കൺസിസ്റ്റൻസി ഞങ്ങൾ നിർബന്ധം വെക്കാതെ തന്നെ അയാളിലേക്ക് കറക്റ്റ് എത്തി ചേർന്ന്. അതുപോലെ തന്നെ ഈ അജു വർഗീസിന്റെ ഒരു കാസ്റ്റിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അജു വർഗീസിന് അങ്ങനെ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ എന്നാണോ ഗസ്റ്റ് റോൾ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, ചെറിയൊരു റോളാണ്. ആ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവരാം എന്നുള്ള ഇത്? അദ്ദേഹം ആക്ച്വലി ഇപ്പം കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അദ്ദേഹത്തെ കാണാത്ത കുറച്ച് റോളുകളൊക്കെ നമ്മൾ അയാളെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടർ ഒരു ചെറിയൊരു ഫണ്ണുണ്ട്, എന്നാൽ കുറച്ചൊരു സീരിയസ്നെസ്, ഒരു പക്വത അദ്ദേഹത്തിൻ്റെ മുഖത്ത് വേണം. അദ്ദേഹം ഒരു പോലീസുകാരനായിട്ടാണ് ഇതിനകത്ത്. അപ്പോൾ അയ്യപ്പൻ. അപ്പോൾ അതുകൊണ്ട് അഭിലാഷിൻ്റെ ഒരു സജഷനായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം ഈ കഥ എഴുതാൻ നേരത്തെ ഞങ്ങൾ ധ്യാനിൻ്റെ കഥാപാത്രം ധ്യാൻ ചെയ്യണമെന്നോ അജു വർഗീസിൻ്റെ കഥാപാത്രം അദ്ദേഹം ചെയ്യണമെന്നോ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങൾ ഇങ്ങനെ ചെറിയ റഫ് കാസ്റ്റൊക്കെ എഴുതിപ്പോയി. ഷൂട്ടിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഇവരെ രണ്ടുപേരെയും കൊണ്ടുവരാമെന്ന് അഭിലാഷ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് തോന്നിയെന്ന് പറഞ്ഞാൽ ധ്യാൻ ഇതിനകത്ത് ചെയ്ത കഥാപാത്രം കുറച്ച് സോബറായിട്ടുള്ള കഥാപാത്രമാണ്. എന്നാൽ അയാൾക്ക് ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യാം. പക്ഷേ അയാൾ ഇച്ചിരി ഒന്ന് ഒതുക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കാസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ അജു ചേട്ടൻ്റെ കാസ്റ്റിംഗ് ഈ പറയുന്ന കണക്ക് പുള്ളി ഒരു കുടിയനായ സസ്പെൻഷനിലിരിക്കുന്ന ഒരു പോലീസുകാരൻ ഈ പറയുന്ന രണ്ട് പിള്ളേരുടെ കൂടെ ഒരു വലിയ കള്ളനെ പിടിക്കാൻ പോവാണ്. അപ്പോൾ അതിനകത്തൊരു രസമുണ്ടെന്ന് തോന്നി. സാധാരണ നമ്മളൊരു വലിയൊരാളെയായിരിക്കും വിട്ടത്. ഇയാളുടെ ഉള്ളിൽ ഫയറുണ്ട്, പക്ഷേ ഇയാളെ കൊണ്ട് ഫിസിക്കലി അത് സാധ്യമല്ല. അപ്പോൾ അതിനൊരു രസമുണ്ടെന്ന് തോന്നി. പക്ഷേ അയാൾ ബുദ്ധിയുള്ള ആളാണ്, അയാൾ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ യാത്രയിൽ. അപ്പോൾ അത് പുള്ളി ചെയ്താൽ പുള്ളി ഇപ്പോഴത്തെ പുള്ളിയിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇവോൾവ് ആയിട്ടുള്ള ആക്ടറിൽ ചില ഡയലോഗുകളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ നേരത്തെ അതിനകത്തൊരു രസവും സീരിയസ്നെസ്സും ഒരുമിച്ച് വരുന്നൊരിതുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഉപദേശം കൊടുക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കറക്റ്റായിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റി. ഈ അതുപോലെ ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ട് തോന്നിയതും നമുക്ക് ഓട്ടോമാറ്റിക്കലി കയ്യടി വരാൻ സാധ്യതയുള്ള ഒരു സീനാണ്. അസീസിനെ പിടിച്ചു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ സൈജു കുറുപ്പിന്റെ ഒരു നോട്ടോ ഒരു എൻട്രി ഉണ്ട്. അദ്ദേഹം അവിടെ കാത്തു നിൽക്കുകയാണ്. ഈ സൈജു ചേട്ടന്റെ ഒരു ക്യാരക്ടർ എനിക്ക് പേഴ്സണലി അർജുന്റെ ക്യാരക്ടറേക്കാൾ രസകരമായിട്ട് സൈജു ചേട്ടന്റെ ക്യാരക്ടറാണ്. ഇത് ഈ കാസ്റ്റിംഗ് എല്ലാം ആദ്യം അർജുൻ വേണം, ഇത് സൈജു ചേട്ടൻ ചെയ്യണം, മറ്റേ സംഗീത ചേച്ചി ചെയ്യണം. ഇത് ഇങ്ങനെ തന്നെ ഫസ്റ്റ് കാസ്റ്റിംഗ് ഇത് തന്നെയായിരുന്നോ? സൈജു ചേട്ടനിലോട്ട് എത്തിയത് കുറേ ആലോചിച്ചിട്ടാണ്. ഞങ്ങൾ അർജുൻ വേണമെന്ന് തന്നെ ചിന്തിച്ചാണ്. സംഗീത ചേച്ചിയും ഞങ്ങളുടെ ആദ്യത്തെ 2-3 ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു. സൈജു ചേട്ടൻ്റെ ക്യാരക്ടർ അത് ഞങ്ങൾ പല രീതിയിൽ ആലോചിച്ചു. അത് വളരെ ലൗഡായിട്ട് മാത്രം ചെയ്യുന്ന ഒരു ആളാകാം എന്നാദ്യം വിചാരിച്ചു. പിന്നെ കുറച്ച് സരസമായിട്ട് മാത്രം ചെയ്യുന്ന ഒരാളാകാമെന്ന് വിചാരിച്ചു. അതൊക്കെ പല ഓപ്ഷൻസ് ചിന്തിച്ചിട്ടാണ് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ നമുക്ക് ഇദ്ദേഹം എങ്ങോട്ടായിരിക്കും പോവുക എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ആക്ടറിലോട്ട് എത്തുക എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചെത്തിയതാണ് സൈജു ചേട്ടനിൽ. ഞങ്ങൾ കുറച്ചുകൂടെ ഒരു ലൗഡർ, കുറച്ചുകൂടെ ഒരു ആക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും എന്ന് തോന്നുന്ന ആളുകളൊക്കെ ചിന്തിച്ചത്. പിന്നെ സൈജു ചേട്ടനിലെത്തി സൈജു ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ക്യാരക്ടർ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ക്യാരക്ടറിൽ നിന്ന് ഇത് ഭയങ്കരമായിട്ട് വേറെ രീതിയിലോട്ട് ഇത് മാറി. കാരണം അങ്ങനെ ഡെവലപ്പായിട്ടുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ഡിസ്കഷനാണ്. ഞങ്ങളൊരു സീൻ എഴുതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് പറയുമ്പോൾ ഒരു തവണ അദ്ദേഹം പറഞ്ഞു ഇത് നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ, നമുക്കിതൊന്ന് മാറ്റി പിടിക്കുന്ന ഒരു രീതിയിൽ വർക്ക് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ആ വർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഇൻപുട്സ് ഉണ്ട്. ഇൻപുട്സ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ക്ലീഷേസ് കുറച്ചെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും ചില ക്ലീഷേസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ സംസാരിക്കുന്ന രീതിയിൽ, ഇടപഴകുന്ന രീതിയിൽ ചില ഡയലോഗുകൾ, ചില വാക്കുകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. അതിൻ്റെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയത്. ഈ സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്ന അതായത് ഇപ്പം നമ്മുടെ ക്ലൈമാക്സിനനുബന്ധിച്ച ഒരു സീനിൽ സൈജു കുറുപ്പിന്റെ അടുത്തേക്ക് ആ ക്യാരക്ടറിന്റെ അടുത്തേക്ക് അർജുന്റെ കഥാപാത്രത്തിനെ വിളിച്ചിരുത്തുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ ഇരുത്തത്തില് ഇപ്പം അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, സൈജു കുറുപ്പ് ഉദ്യോഗസ്ഥനായിട്ട് തന്നെ ഇരിക്കുകയാണ്, ഇദ്ദേഹം വന്നിട്ട് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം അതിനപ്പുറം പോയിട്ടില്ല, എന്നാൽ അത്രയും വരെ കൊണ്ടെത്തിച്ച അദ്ദേഹമാണ് ഈ അർജുന്റെ ക്യാരക്ടറാണ്. പക്ഷെ അർജുൻ ഇങ്ങനെ വന്നിരുന്നിട്ട് വലിയ കാര്യമായിട്ട് ചാരുന്ന ഒന്നുമില്ല, കൈ പോലും പറ്റുന്നത് ഇങ്ങനെ ഇരുന്നിട്ടാ ചോദിക്കണേ.
അപ്പൊ അതൊക്കെ തിരക്കഥയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പേടിച്ച് അല്ലെങ്കിൽ അർഹതയില്ലാത്ത രീതിയിൽ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ എഴുതി വെച്ചിരുന്നതാണോ, അതൊക്കെ ആ ഡിസ്കഷനിൽ വന്ന കാര്യം? വേണമെങ്കിൽ അദ്ദേഹം ഇത്രയും കൊണ്ടുവച്ച് അദ്ദേഹത്തിന് ചാരിയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതായിട്ട് ഇരുന്ന് ചോദിക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അർജുൻ അതിൻ്റെ ഡീറ്റെയിലിംഗിൽ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തൊരു സാധനം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇംപ്രൊവൈസ് ചെയ്തിരുന്നു. അതിനകത്ത് അദ്ദേഹം ഒരു പോലീസുകാരനല്ല. അപ്പോൾ ഒരു ഇൻട്രോഗേഷന് ഇരിക്കാൻ ആരാണ്? ഇൻട്രോഗേഷന് ചില പ്രത്യേക സാഹചര്യങ്ങൾ പോലീസിന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പം അദ്ദേഹം കൂടെ ഇരുന്നാൽ ഇതിനകത്തുനിന്ന് കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഓഫീസേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഇദ്ദേഹത്തെ പിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഓഫീസേഴ്സിൻ്റെ ഒരു ചെറിയ ഈഗോ ഉണ്ട്. നമ്മളത് വലിയ ലൗഡായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലും അത് അർജുൻ്റെ ക്യാരക്ടറിന് മനസ്സിലാവുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് അതുണ്ട്, അവർ പരസ്പരം പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ അയാൾക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു ചമ്മലുണ്ട്. അതായത് എനിക്കിത് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ പക്ഷെ ആരാണ് ഇവിടെ, ഞാൻ ഇവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആനന്ദ് എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് അർജുൻ മാറി അവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അയാൾക്ക് ഇങ്ങനെ ഇരിപ്പുറക്കുന്നില്ല, പക്ഷേ ഇയാൾ നിർബന്ധിക്കുക. പക്ഷേ ആ ചോദ്യം ചെയ്യൽ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ അയാൾ ചെറുതായിട്ട് മാറും. പിന്നെ അയാൾ ഈ പറയുന്ന വ്യക്തിയിൽ മാത്രമാണ്. അപ്പോൾ അയാൾ പതുക്കെ, എന്നാലും അയാളുടെ ബോഡി ലാംഗ്വേജിൽ മാറ്റം വരുന്നില്ലെങ്കിലും അയാളുടെ പ്രസൻറ്റേഷനിൽ അയാളുടെ ചോദിക്കുന്ന കാര്യങ്ങളിലുള്ള ഷാർപ്നെസ് കൂടുന്നുണ്ട്. സോ അർജുൻ എനിക്ക് തോന്നുന്നു ഒരു ആദ്യത്തെ വട്ടം കാണുന്നതിനപ്പുറത്തേക്ക് രണ്ടാമതൊരു വട്ടം ഈ സിനിമ കാണണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അർജുൻ്റെ ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഹാലുസിനേഷനിലൂടെ വരുന്ന ഒരു കഥാപാത്രം കേസിന്റെ നിർണായകമായ പല ഘട്ടങ്ങളിലും നമ്മളുടെ ഒരു നായകനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമുക്ക് എഴുതാൻ എളുപ്പമാണ്, നമുക്ക് എടുക്കുകയും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? ഇത് ഒരു പക്ഷേ പ്രേക്ഷകർ ചിന്തിക്കും നമുക്ക് കഥ കൊണ്ടുപോകാൻ എളുപ്പത്തിൽ നമ്മൾ ഒരു കഥാപാത്രത്തെ ഇങ്ങനെ വയ്ക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ തോന്നലുകളിൽ നിന്നും അയാൾ ചെയ്ത് കഥയുടെ ഗതികളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നായകൻ. അപ്പം നായകനായിട്ട് ഒരു പക്ഷേ ചില പർട്ടിക്കുലർ ഏരിയസ് നായകനല്ല ഈ കഥാപാത്രം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും, എല്ലാവരും ഒരേ സ്വരത്തിൽ സ്വീകരിക്കും, അങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു? തീർച്ചയായും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ ഏറ്റവും എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് തന്നെയാണ്. അത് എങ്ങോട്ട് വേണമെങ്കിലും പോവാം, അത് പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോഴും തന്നെ അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു ടോട്ടാലിറ്റിയിൽ അതങ്ങനെ ചേർന്ന് പോകുന്നുവെന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ചിലർക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ ആസ് എ ഡയറക്ടർ ഞാൻ അതിനെ കൺസീവ് ചെയ്തത്, എനിക്ക് ക്ലാരിറ്റിയോടുകൂടി പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ഞാൻ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ നമ്മുടെ ചിന്ത, നമ്മുടെ തോട്ട് പ്രോസസ്സിൻ്റെ ഒരു കോൺവെർസേഷൻ അർജുൻ ആരുമായിട്ടോ നടത്തുന്നു എന്നുള്ള രീതിയിൽ മാത്രമാണ്. അല്ലാതെ അമ്മ വന്നിട്ട് എടാ നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് ഇത് കണ്ടുപിടിക്കാം, അപ്പോൾ നിനക്ക് കേസ് കളിക്കാം, അങ്ങനെ ഒരു കോൺവെർസേഷൻ അമ്മ ഒരിക്കലും അർജുനായിട്ട് നടത്തുന്നില്ല. അവനൊരു പർട്ടിക്കുലർ ഒരു തെളിവ്, ഇപ്പോൾ ഞാൻ അത് ഏതാ നേരത്ത് പറയുന്നില്ല സിനിമയിൽ, ഈ തെളിവിനെ പറ്റി അവൻ അന്വേഷിച്ച് പോകേണ്ടത് തന്നെയാണ്. പക്ഷെ അവനെപ്പറ്റി ആലോചിക്കുന്നില്ല. പക്ഷെ അമ്മയായിട്ട് നടക്കുന്ന ഒരു കോൺവെർസേഷനിൽ അത് പെട്ടെന്ന് വരുമ്പോൾ എന്നാൽ ഇതെന്താ ഞാൻ വിട്ടുപോയതെന്നും പറഞ്ഞിട്ട് അയാൾ പോകും. വേറെ സ്ഥലത്തൊരു ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ ഇരിക്കാൻ നേരത്ത് അയാളുടെ കണ്ണവിടേക്ക് എത്തുന്നില്ല. പക്ഷെ അമ്മ ഏതോ മൂലയിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ അത് കാണും. അങ്ങനെയുള്ള രീതിയിലാണ് അമ്മയെ നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ല അമ്മ വന്നിരുന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ സട്ടിലായിട്ട് ഉപയോഗിക്കാം. ഫസ്റ്റ് ഹാഫിൽ ആക്ച്വലി നമ്മൾ സട്ടിൽ അല്ലാതെയാണ് അമ്മയെ പ്രസൻറ്റ് ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ അമ്മയെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു വളരെ ഒരു ഫെയറി ടെയിലൊക്കെ വരുന്ന കണക്ക് ഒരു 10 വയസ്സുകാരൻ്റെ അടുത്ത് വരുന്ന അമ്മ. പക്ഷേ നമ്മൾ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ അമ്മ അങ്ങനെയല്ല. അമ്മ ഈ ശരിക്കും അവൻ്റെ തലയ്ക്കകത്ത് എവിടെയോ നിൽക്കുന്ന അവൻ്റെ ഒരു സബ് കോൺഷ്യസിന് മാത്രം നിൽക്കുന്നൊരു. ഇപ്പോൾ ഈ നമ്മളുടെ ഒരു പെൺകുട്ടിയെ കാണാനില്ല, അതിൻ്റെ അന്വേഷണമായിട്ട് വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഇത് ഒരുപാട് കേട്ട് പഴകിയ തീം തന്നെ, ഒരുപാട് ഭാഷകളിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിലെന്തായിരുന്നു വിഷ്ണു കണ്ട ഒരു പുതുമ? ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എന്നെ കൂടുതൽ ഈ ഫിലിമിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് ഇതിൻ്റെ പിന്നിലൊരു റിയൽ സ്റ്റോറി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ഇതിനെ കാണുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇതാവണമായിരുന്നു സിനിമ എന്നൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുമല്ലോ, എൻ്റെ ഫസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ. പക്ഷെ അപ്പോഴൊക്കെ എന്നെ ഇതിലോട്ട് പിടിച്ചു നിർത്തുന്നത് ഇതിൻ്റെ ശരിക്കുമുള്ള കഥയ്ക്ക് പിന്നിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാനും അഭിലാഷം നടത്തിയ യാത്രയാണ്. അപ്പം ഞാൻ അത്രയും അതിനകത്ത് ഇന്നായി. അപ്പോൾ അങ്ങനെ ഇന്നായതുകൊണ്ട് ഈ സിനിമ ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള ഒരു കൺഫ്യൂഷനും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഇന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. സിനിമ ഏത് രീതിയിലും ആവാം, പക്ഷേ എനിക്ക് താല്പര്യമുള്ളൊരു സബ്ജക്റ്റ്, എനിക്കതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് എന്ന രീതിയിൽ ഇതിൻ്റെ ശരിക്കും ഇതിന് പിന്നിൽ നടന്ന കഥകൾ എന്നെ കൂടുതലേക്ക് അടുപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരിക്കും